ഹലോ ഓൾ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 8051 ഇൻസ്ട്രക്ഷൻ സെറ്റാണ്. സോ ഓൾറെഡി നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷനാണ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എടുക്കുന്നത്, കാരണം ഇതെന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് ആയതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞിരുന്നു. ഡാറ്റ ട്രാൻസ്ഫർ എന്താണെന്ന് പറഞ്ഞിരുന്നു. അരിത്മെറ്റിക്കും ലോജിക്കലും പ്രോഗ്രാം ബ്രാഞ്ചിങ്ങുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയും ഇൻസ്ട്രക്ഷൻസ് ആണ് അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാവരും നോക്കുക. ഫസ്റ്റ് ഇൻസ്ട്രക്ഷനാണ് ആഡ് ഇൻസ്ട്രക്ഷൻ. ആഡ് എന്ന് പറഞ്ഞാൽ ആഡ് ടു ഓപ്പറൻസ്. അതുപോലെ ആഡ് സി ഇൻസ്ട്രക്ഷൻ. ആഡ് സി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, ആഡ് ടു ഓപ്പറൻസ് വിത്ത് ക്യാരി. എന്താണെന്ന് ഞാൻ പറയാം. SUBB എന്നുള്ളൊരു ന്യൂമോണിക്സ് യൂസ് ചെയ്യുന്നത് സബ്ട്രാക്ട് വൺ ഓപ്പറൻ ഫ്രം അനദർ. രണ്ട് നമ്പറിനെ സബ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് SUBB. അതുപോലെ INCയും DECയും. INC എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻറ്റ് ബൈ 1, DEC എന്ന് പറഞ്ഞാൽ ഡിക്രിമെൻറ്റ് ബൈ 1. പിന്നെ MULും DIVയും. MUL എന്ന് പറഞ്ഞാൽ അൺസൈൻഡ് ഇൻറ്റിജർ മൾട്ടിപ്ലിക്കേഷൻ, അൺസൈൻഡ് ഇൻറ്റിജർ ഡിവിഷൻ, അതാണ് DIV. ഫൈനലി DAA എന്ന് പറഞ്ഞാൽ ഡെസിമൽ അഡ്ജസ്റ്റ് ഫോർ അക്യുമുലേറ്റർ. ഓരോന്നും നമ്മൾ പറയും. അപ്പോൾ അഡീഷന് വേണ്ടിയിട്ട് നമ്മൾ ബേസിക്കലി രണ്ട് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യും. ഏതൊക്കെ രണ്ട് ഇൻസ്ട്രക്ഷൻ? അഡീഷന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഇൻസ്ട്രക്ഷൻ ആഡും ആഡ് സിയുമാണ് നമ്മൾ അഡീഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇതുപോലെ സബ്ട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ SUBB എന്നുള്ള ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യും. മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് MUL യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഡിവിഷന് വേണ്ടിയിട്ട് DIV യൂസ് ചെയ്യും. ഇൻക്രിമെൻറ്റിനും ഡിക്രിമെൻറ്റിനും വേണ്ടി നമ്മൾ ഏത് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യും? INCയും DECയും യൂസ് ചെയ്യും. പിന്നെ ഒരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷനും കൂടി ഉണ്ട്, അതാണ് ബേസിക്കലി എന്ത്, DAA, ഡെസിമൽ അഡ്ജസ്റ്റ് ഫോർ അക്യുമുലേറ്റർ. അപ്പോൾ ഇതിൽ ഓരോ ഇൻസ്ട്രക്ഷനും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, വളരെ ഈസിയാണ്, അത് ജസ്റ്റ് പറഞ്ഞുകൊണ്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് അഡീഷൻ ഇൻസ്ട്രക്ഷൻസ് ആണ്. രണ്ട് അഡീഷൻ ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി ഉണ്ട്, നമുക്കറിയാം. സോ 8051 offers two mnemonics for arithmetic operations. They are add and add C. Both offers 4 addressing mode, namely immediate, direct, register direct and indirect. The difference between these two is the inclusion of carry during addition. അപ്പോൾ എന്താണ്, രണ്ട് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ആഡും ആഡ് സിയും. ആഡ് എന്ന് പറയുന്നത് നോർമൽ അഡീഷൻ, ആഡ് സി എന്ന് പറഞ്ഞാൽ അഡീഷൻ വിത്ത് ക്യാരി. ഇത് തന്നെയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ക്യാരിയും കൂടി കൺസിഡർ ചെയ്തിട്ട് ആഡ് ചെയ്യും, ഒന്ന് ക്യാരി കൺസിഡർ ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഇതാണ് രണ്ടും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് 4 ഇൻസ്ട്രക്ഷൻ, 4 അഡ്രസ്സിങ് മോഡ് ബേസിക്കലി ഇവിടെ എഫക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ 4 അഡ്രസ്സിങ് മോഡിലും ഈ ഓപ്പറേഷൻസ് വർക്ക് ചെയ്യും. ആഡ് ആൻഡ് ആഡ് സി ഏതൊക്കെയാണ്? ഇമ്മീഡിയറ്റ്, ഡയറക്റ്റ്, രജിസ്റ്റർ ആൻഡ് ഇൻഡയറക്റ്റ്. 4 അഡ്രസ്സിങ് മോഡിലും ഇത് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആഡ് ഇൻസ്ട്രക്ഷനെ കുറിച്ചാണ്. ആഡിൽ നമ്മൾ ക്യാരി കൺസിഡർ ചെയ്യുന്നില്ല. അതുപോലെ ആഡ് സിയിലോ നമ്മൾ ക്യാരി കൺസിഡർ ചെയ്യും. ഇതാണ് ഡിഫറൻസ്. അപ്പോൾ നമുക്ക് നോക്കാം, എക്സാമ്പിൾസ് ആയത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ 4 ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് നമുക്ക് വരാം. ഒന്ന് ആഡ് A, #data. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ ഇൻസ്ട്രക്ഷനും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അക്യുമുലേറ്റർ വഴി മാത്രമേ നമുക്ക് അഡീഷൻ നടത്തുള്ളൂ. അപ്പോൾ അഡീഷൻ്റെ കോമൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനിൽ എല്ലാത്തിലും എന്ത് വരും? A വരും. A എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റർ. അപ്പോൾ എന്താണ് ആഡ് A, #data എന്ന് പറഞ്ഞാൽ? വളരെ ക്ലിയർ ആണ്. ഇപ്പോൾ ഞാൻ അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 3C എന്നുള്ള ഡാറ്റയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? മൂവ് A, #7D എന്ന് പറഞ്ഞാൽ എന്താ, 7D എന്നുള്ള ഡാറ്റയും അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്ത് 3C എന്നുള്ള ഡാറ്റയും കൂടി ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ എന്താ അതിൻ്റെ മീനിങ്? ആഡ് A, #data എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആഡ് ദി ഇമ്മീഡിയേറ്റ് വിത്ത് അക്യുമുലേറ്റർ. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഇമ്മീഡിയേറ്റ് വാല്യൂവും അക്യുമുലേറ്ററിലെ വാല്യൂയും കൂടി ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. ഇതാണ് ആക്ച്വലി ഇവിടെ ചെയ്യുന്നത്. അടുത്ത പോസിബിലിറ്റി ആഡ് A, RN. രജിസ്റ്റർ ഡയറക്റ്റ് ആണ്. A, RN എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഞാൻ ആഡ് A, R2 എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ Aയിൽ ഞാൻ 02ഉം R2ൽ ഞാൻ 7Cയുമാണ് കൊടുക്കുന്നതെങ്കിൽ ഈ 02ഉം 7Cയും കൂടി ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും? Aയിൽ സ്റ്റോർ ചെയ്യും. ഇതാണ് ഈ പോസിബിലിറ്റി. ഇതിൻ്റെ മീനിങ് എന്താ? ഇത് രജിസ്റ്റർ ആണ്. ആഡ് കണ്ടൻറ്റ് ഓഫ് സ്പെസിഫൈഡ് രജിസ്റ്റർ വിത്ത് അക്യുമുലേറ്റർ. അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും നമ്മളെ രജിസ്റ്ററിലെ കണ്ടൻറ്റും കൂടി ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. ഇതാണ് ആക്ച്വലി ചെയ്യുന്നത്, അല്ലേ? മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ നിങ്ങൾ നോക്കുക, ആഡ് A, direct.
എ കോമ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു രജിസ്റ്ററിന് പകരം ഒരു ഡയറക്റ്റ് അഡ്രസ്സ് അവിടെ കൊടുക്കുന്നത്. ആഡ് ദി കണ്ടൻറ്റ് ഇൻഡിക്കേറ്റഡ് അഡ്രസ് വിത്ത് അക്യുമുലേറ്റർ. നമ്മൾ കൊടുക്കുന്ന അക്യുമുലേറ്ററിലെ ഡാറ്റയും നമ്മൾ കൊടുക്കുന്ന ഒരു അഡ്രസ്സും തമ്മിൽ അഡ്രസ്സിലെ ഡാറ്റയും നമ്മൾ ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇത് ഏത് അഡ്രസ്സിംഗ് മോഡിൻ്റെ കാറ്റഗറിയിലാണ് വരിക? ഡയറക്റ്റ്. ഇതുപോലെ ആഡ് എ കോമാറ്റ് ആർ ഐ, ഇതൊരു ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. എ കോമാറ്റ് ആർ ഐ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ തേർഡ് വണ്ണിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആഡ് എ കോമ 70H, ഇതൊരിക്കലും ഇമ്മീഡിയറ്റ് അല്ല. അപ്പോൾ 70H എന്നുള്ളത് ഒരു ലൊക്കേഷനാണ്. 70Hലെ വാല്യൂം എയിലെ വാല്യൂം കൂടി ആഡ് ചെയ്തിട്ട് അത് എയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യും. ആഡ് എ കോമ അറ്റ് R1 എന്ന് പറഞ്ഞാൽ എന്താ? R1ൽ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ ഉണ്ട്, ആ ലൊക്കേഷനിലെ വാല്യൂവും എയും തമ്മിൽ ആഡ് ചെയ്യും. ഇത് ഓൾറെഡി നമ്മൾ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് പറഞ്ഞപ്പോൾ പറഞ്ഞാണ്. അപ്പോൾ എന്താണ് ആഡ് എ കോമാറ്റ് ആർ എന്ന് പറഞ്ഞാൽ? ആഡ് ദി കണ്ടൻറ്റ് ഓഫ് അഡ്രസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി രജിസ്റ്റർ വിത്ത് അക്യുമുലേറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി 4 പോസിബിലിറ്റീസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആഡ് എന്താണെന്ന് ഓർത്താൽ മതി, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഫസ്റ്റ് രജിസ്റ്ററിലെ വാല്യൂം സെക്കൻഡ് രജിസ്റ്ററിലെ വാല്യൂം കൂടി ആഡ് ചെയ്തിട്ട് കോമൺലി ആ റിസൾട്ട് അക്യുമുലേറ്ററിൽ തന്നെ സ്റ്റോർ ചെയ്യും. ഇതാണ് അഡീഷൻ ഓപ്പറേഷൻ. സെയിം വേ നമുക്ക് ആഡ് സി എന്നുള്ളൊരു ഓപ്പറേഷനും കൂടി ഉണ്ട്. ആഡ് പറഞ്ഞ പോലെ തന്നെ ആഡ് സി ഇൻസ്ട്രക്ഷനും പറയാം. അഡീഷൻ വിത്ത് ക്യാരി എന്നാണ് എൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇത് 4 പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ അതേപോലെ തന്നെ നമ്മളിത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആഡ് സി എ കോമ ഹാഷ് ഡാറ്റ, ആഡ് സി എ കോമ RN, ആഡ് സി എ കോമ ഡയറക്റ്റ്, ആഡ് സി എ കോമ അറ്റ് RI. ഇങ്ങനെ 4 ബേസിക് പോസിബിലിറ്റീസാണ് നമുക്ക് ആഡ് സി ഇൻസ്ട്രക്ഷൻ ഉള്ളത്. സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ആഡ് സി ഇൻസ്ട്രക്ഷനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ക്യാരിയും കൂടി നമ്മൾ അഡീഷണലി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ആഡ് സി ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഞാനതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ബേസിക് പ്രോഗ്രാം ഞാൻ എഴുതുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഞാൻ എഴുതുന്ന എക്സാമ്പിൾ ഇതാണ്. മൂവ് എ കോമ ഹാഷ് 7CH, മൂവ് R1 കോമ ഹാഷ് 3DH, ആഡ് എ കോമ R1. ഇതെൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. സെയിം വേ മൂവ് എ കോമ ഹാഷ് 7CH, മൂവ് R1 കോമ ഹാഷ് 3DH, ആഡ് എ കോമ R1. ആഡ് അല്ല, ആഡ് സി എ കോമ R1. ഈ 2 ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് നമ്മളെ ക്യാരി ഫ്ലാഗാണ്. നമ്മളെ ക്യാരി ഫ്ലാഗിൽ ക്യാരീൻ്റെ വാല്യൂ കറൻ്റ്ലി 1 ആണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ 7C എന്നുള്ള ഇൻസ്ട്രക്ഷനും 3D എന്നുള്ള ഇൻസ്ട്രക്ഷനും കൂടി നമ്മൾ ആഡ് ചെയ്യും, അല്ലേ? ഇതല്ല ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ 7Cയും 3Dയും തമ്മിൽ ആഡ് ചെയ്ത് എന്താ വരിക? C+D. 12 + 13 25 അല്ലേ? 25 നമുക്ക് എങ്ങനെ എഴുതാം? 1 × 16 + 9 എഴുതാം. അപ്പം 9 ആ റിസൾട്ട് വരിക വിത്ത് ക്യാരി 1. 7 + 3 10 + 1 11 ആണ്. 11 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ വരിക? 11 എന്ന് പറഞ്ഞാൽ ബേസിക്കലി B വരും. അപ്പോൾ B9 ആണ് എൻ്റെ റിസൾട്ട്. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? B9. ഓക്കെ, നിങ്ങൾ നോക്കുക. അടുത്തത് ഞാനിപ്പോൾ ഇതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ആഡ് ഇൻസ്ട്രക്ഷനാണ് ചെയ്യുന്നതെങ്കിൽ B9 എന്നുള്ള വാല്യൂ ആയിരിക്കും എക്സാക്ട്ലി എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത്. B9 എന്നുള്ള വാല്യൂ ആയിരിക്കും അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇനി നേരെ ഞാൻ ആഡ് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ഈ ക്യാരിയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. ക്യാരി, അപ്പോൾ പ്രീവിയസ് ക്യാരി അല്ലെങ്കിൽ നമ്മുടെ ക്യാരി ഫ്ലാഗിൽ 1 ആണെങ്കിൽ ആ വാല്യൂം കൂടി നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ B9ൻ്റെ കൂടെ നമ്മൾ 1ഉം കൂടി ആഡ് ചെയ്യും. അപ്പോൾ എന്താ വരിക? 9 + 1 A എന്ന് വരും. BA എന്നുള്ള റിസൾട്ടായിരിക്കും ആക്ച്വലി അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ക്യാരി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആഡ് സി ഇൻസ്ട്രക്ഷൻ, ക്യാരി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ അത് ആഡ് ഇൻസ്ട്രക്ഷൻ. ഈ 2 തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അഡീഷൻ ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷനിൽ ആകെ ഒരൊറ്റ കീവേഡേ ഉള്ളൂ, അതാണ് SUBB. ജനറലി നമ്മൾ വായിക്കുന്നത് സബ്ട്രാക്ട് വിത്ത് ബോറോ എന്നാണ് SUBB. ഈ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ബോറോ നമുക്കറിയാം. സോ ദ SUBB ഇൻസ്ട്രക്ഷൻ ഓൾവേസ് കൺസിഡർ ബോറോ ഡ്യൂറിങ് ഇറ്റ്സ് ഓപ്പറേഷൻ. ഇറ്റ് ഓഫേഴ്സ് 4 അഡ്രസ്സിംഗ് മോഡ്, നെയിംലി ഇമ്മീഡിയറ്റ്, ഡയറക്റ്റ്, രജിസ്റ്റർ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. അപ്പോൾ നമ്മൾ അഡീഷനിൽ പറഞ്ഞ പോലെ തന്നെ സബ്ട്രാക്ഷനിലും നമുക്ക് 4 പോസിബിലിറ്റീസ് ഉണ്ട്. 4 പോസിബിലിറ്റീസ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എപ്പോഴും ഈ സബ്ട്രാക്ഷൻ ഇൻസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രീവിയസ് ക്യാരിയും കൂടിയും കൺസിഡർ ചെയ്യും. പ്രീവിയസ് ക്യാരി ക്യാരി ഫ്ലാഗ് 1 ആണെങ്കിൽ ആ വാല്യൂം കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ മൂവ് എ കോമ ഹാഷ് 09H SUBB
എ കോമ SUBB എ കോമ ഹാഷ് 03H. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ അല്ലേ. അപ്പോൾ ബേസിക്കലി നമ്മൾ ക്യാരി, അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ വളരെ ക്ലിയർ ആണ്. അക്യുമുലേറ്ററിലെ വാല്യൂവിൽ നിന്ന് 03H എന്നുള്ള വാല്യൂ കുറയ്ക്കും. പ്രീവിയസ് ക്യാരി ഉണ്ടെങ്കിൽ ആ പ്രീവിയസ് ക്യാരിയും കൂടിയും കുറയ്ക്കും. അപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ പറയുന്നത് ക്യാരിയിൽ 1 വരുന്നുണ്ടെങ്കിൽ എന്താ വരിക, ഇവിടെ ശരിക്കും നടക്കുന്ന പ്രോസസ്സ് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്ത 09H എന്നുള്ള വാല്യൂ, അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന 09H എന്നുള്ള വാല്യൂവിൽ നിന്ന് ജനറലി നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഇമ്മീഡിയറ്റ് വാല്യൂയെ 03H കുറയ്ക്കും. അതുമാത്രമല്ല പ്രീവിയസ് ക്യാരി ഉണ്ടെങ്കിൽ ആ പ്രീവിയസ് ക്യാരിയും കൂടി നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ആക്ച്വലി 9 - 3 - 1 ആണ് വരിക, 5 ആണ് ആൻസർ വരിക. പ്രീവിയസ് ക്യാരി ഒന്നും ഇല്ലെങ്കിൽ ആക്ച്വലി 6 തന്നെ ആയിരിക്കും സ്റ്റോർ ആവുക. അപ്പോൾ ഇതാണ് ബേസിക്കലി സബ്ട്രാക്ട് വിത്ത് ബോറോ. 4 രീതിയിൽ സബ്ട്രാക്ട് വിത്ത് ബോറോ പോസിബിൾ ആണ്. ഒന്ന് ഇമ്മീഡിയറ്റ്, ഒന്ന് ഡയറക്റ്റ്, ഒന്ന് രജിസ്റ്റർ ഡയറക്റ്റ്, ഒന്ന് രജിസ്റ്റർ ഇൻഡയറക്റ്റ്. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ, ഈ എക്സാമ്പിൾ മനസ്സിലായാൽ മതി. ഓക്കെ, ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഇൻസ്ട്രക്ഷൻ. വളരെ സിമ്പിളാണ്. ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും എന്താണ്? ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഇൻക്രീസ് ചെയ്യും, ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻക്രിമെൻ്റ് ഇൻസ്ട്രക്ഷനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇൻക്രിമെൻ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കറൻ്റ്ലി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂവിൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. അതാണ് ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ. സോ ഇൻക്രിമെൻ്റ് ഇൻസ്ട്രക്ഷൻ increments the content of source operand by 1. No flags are affected by this increment. 3 addressing modes are available for the instruction. അപ്പോൾ ഇൻക്രിമെൻ്റ് എ, ഇൻക്രിമെൻ്റ് RN, ഇൻക്രിമെൻ്റ് ഡയറക്റ്റ്, ഇൻക്രിമെൻ്റ് അറ്റ് RI, ഇൻക്രിമെൻ്റ് DPTR, ഇത്രയും അഡ്രസ്സിംഗ് മോഡ് പോസിബിൾ ആണ്. ഇൻക്രിമെൻ്റ് എ എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ 1 ആഡ് ചെയ്യും. ഇൻക്രിമെൻ്റ് RN എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന രജിസ്റ്ററിൻ്റെ കൂടെ നമ്മൾ ഒരു 1 ആഡ് ചെയ്യും. ഇൻക്രിമെൻ്റ് ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ ഒരു തവണ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇൻക്രിമെൻറ്റ് അറ്റ് RI എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇൻക്രിമെൻറ്റ് DPTR എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന 16 ബിറ്റ് ഡാറ്റ പോയിൻ്റർ 1 ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്താണ് ഇതിൻ്റെ എക്സാമ്പിൾ? ഇപ്പോൾ ഞാൻ അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 0E ആണെങ്കിൽ ഇൻക്രിമെൻറ്റ് എ എന്ന് പറഞ്ഞാൽ 0E എന്നുള്ളത് 0F ആയി മാറും. അപ്പോൾ ഇൻക്രിമെൻറ്റ് ബൈ 1 എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മൾ INC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 0C എന്നുള്ള വാല്യൂ ആണ് നമ്മൾ അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തെങ്കിൽ ഇൻക്രിമെൻറ്റ് എ എന്ന് പറഞ്ഞാൽ 0C എന്നുള്ളത് 0D ആയി മാറും. അപ്പോൾ ഇതാണ് അതിൻ്റെ മീനിങ്. ഇതുപോലെ തന്നെയാണ് ഇൻക്രിമെൻറ്റ് നമ്മൾ പഠിച്ച പോലെ തന്നെയാണ് ഡിക്രിമെൻറ്റ്. അപ്പോൾ എന്താ ഡിക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡിക്രിമെൻറ്റ് ഇൻസ്ട്രക്ഷൻ ഡിക്രിമെൻറ്റ് ദി കണ്ടൻറ്റ് ഓഫ് സോഴ്സ് ഓപ്പറൻഡ് ബൈ 1. നോ ഫ്ലാഗ്സ് ആർ അഫക്റ്റഡ് ബൈ ദിസ് ഡിക്രിമെൻറ്റ്. 3 അഡ്രസ്സിംഗ് മോഡ് ആർ അവൈലബിൾ ഫോർ ദി ഇൻസ്ട്രക്ഷൻ. ഇത് ഇൻക്രിമെൻറ്റ് എന്നല്ല ഡിക്രിമെൻറ്റ് എന്നാക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഡിക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിക്രിമെൻറ്റ് എ, ഡിക്രിമെൻറ്റ് RN, ഡിക്രിമെൻറ്റ് ഡയറക്റ്റ്, ഡിക്രിമെൻറ്റ് അറ്റ് RI, ഇങ്ങനെ 4 ബേസിക് പോസിബിലിറ്റീസ് ഇതിൽ പോസിബിൾ ആണ്. അപ്പോൾ ഞാൻ അക്യുമുലേറ്ററിൽ സപ്പോസ് ഞാൻ ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്യുകയാണ്, മൂവ് എ കോമ ഹാഷ് 3CH ഇൻക്രിമെൻറ്റ് എ. ഇതുപോലെ മൂവ് എ കോമ ഹാഷ് 3CH ഡിക്രിമെൻറ്റ് എ. എന്താണ് ആക്ച്വലി സംഭവിക്കുക? എയിൽ ഇപ്പോൾ കറൻ്റ്ലി 3C ആണ്. ഈ ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ 3C+1 അല്ലെങ്കിൽ 3D എന്നുള്ള വാല്യൂ ആയിട്ട് മാറും. സെക്കൻഡ് കേസിലോ കറൻ്റ്ലി എൻ്റെ 3C ആണ്. 3C എന്നുള്ളത് 3C-1 അല്ലെങ്കിൽ എന്തായി മാറും? 3B എന്നായിട്ട് മാറും. അപ്പോൾ ഒന്നിൽ 3D എന്ന് വരും, ഒന്നിൽ 3B എന്ന് വരും. ഇതാണ് ആക്ച്വലി സംഭവിക്കുക. ഇതാണ് ഇൻക്രിമെൻറ്റ് ബൈ 1 ഡിക്രിമെൻറ്റ് ബൈ 1. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ നമ്മൾ അഡീഷൻ പറഞ്ഞു, സബ്ട്രാക്ഷൻ പറഞ്ഞു, ഇൻക്രിമെൻറ്റ് പറഞ്ഞു, ഡിക്രിമെൻറ്റ് പറഞ്ഞു. ഇനി 3 പോസിബിലിറ്റീസ്. ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് DAA. ഇത് 3 എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. എന്താണ് മൾട്ടിപ്ലിക്കേഷൻ? MUL എന്നുള്ള ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുക? എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ പറയുക. MUL ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ഉണ്ട്. ദിസ് ഇസ് നത്തിങ് ബട്ട് MULAB. ഓർത്ത് വയ്ക്കുക. ഒരിക്കലും 2 രജിസ്റ്റേഴ്സ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. ഒരു അക്യുമുലേറ്ററും ഒരു രജിസ്റ്ററും തമ്മിലും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് പറഞ്ഞ കേസിൽ. ഇവിടെ അങ്ങനെയല്ല. ആകെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ ഇൻസ്ട്രക്ഷനാണ്. എന്താണ് ആ ഇൻസ്ട്രക്ഷൻ? MULAB. MULAB എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ഒന്ന് അക്യുമുലേറ്റർ ആയിരിക്കണം, ഒന്ന് B രജിസ്റ്റർ ആയിരിക്കണം. അപ്പോൾ അക്യുമുലേറ്ററിലേക്ക് നമ്മളൊരു വാല്യൂ സ്റ്റോർ ചെയ്യും, B രജിസ്റ്ററിലേക്ക് നമ്മളൊരു വാല്യൂ സ്റ്റോർ ചെയ്യും. ആ 2 വാല്യൂവിനെ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. ഈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ഓപ്പറേഷനാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ദ ലോവർ ഓർഡർ ഓഫ് 16-bit പ്രൊഡക്റ്റ് ഈസ് ലെഫ്റ്റ് ഇൻ ദി അക്യുമുലേറ്റർ ആൻഡ്
ദ ഹയർ ഓർഡർ ബൈറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ബി. അപ്പോൾ നമുക്കറിയാം മൾ എ ബി എന്ന് പറഞ്ഞാൽ രണ്ട് അൺസൈൻ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഇതിൽ ലോവർ ഓർഡർ നമ്പറിനെ അക്യുമുലേറ്റർ സ്റ്റോർ ചെയ്യും, ഹയർ ഓർഡർ നമ്പറിനെ ബി രജിസ്റ്റർ സ്റ്റോർ ചെയ്യും. അപ്പോൾ എന്താണ് ഈ ലോവർ ഓർഡർ ഹയർ ഓർഡർ? നമുക്കിപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ ഈ രണ്ട് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഏതാ? എഫ് സി ഇൻറ്റു ഇ എഫ്. ഇത് നമുക്ക് ഡയറക്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കുക. എഫ് സി ഇൻറ്റു ഇ എഫ് ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ ഡയറക്റ്റ് ആൻസർ കിട്ടും. ദിസ് ഇസ് നത്തിങ് ബട്ട് ഇ ബി 44 എന്ന് കിട്ടും. നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും കേട്ടോ. ഇ ബി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? 1110 1011 0100 0100. അപ്പോൾ നമ്മൾ രണ്ട് 8 ബിറ്റ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തു, നമുക്കൊരു 16 ബിറ്റ് നമ്പർ കിട്ടി. അപ്പോൾ ഇതിൽ ഏതാണ് ലോവർ ഓർഡർ ബൈറ്റും ഏതാണ് ഹയർ ഓർഡർ ബൈറ്റും? ഇതാണ് ബേസിക്കലി ലോവർ ഓർഡർ ബൈറ്റ് അല്ലേ? ഇതല്ല ലോവർ ഓർഡർ ബൈറ്റ്, ഇതാണ് ഹയർ ഓർഡർ ബൈറ്റ്. അപ്പോൾ ഈ ലോവർ ഓർഡർ ബൈറ്റ് എവിടെ നമ്മൾ കറൻ്റ്ലി സ്റ്റോർ ചെയ്യുക? ലോവർ ഓർഡർ ബൈറ്റ് നമ്മൾ കറൻ്റ്ലി സ്റ്റോർ ചെയ്യുന്നത് എയിലും ഹയർ ഓർഡർ ബൈറ്റ് നമ്മൾ കറൻ്റ്ലി സ്റ്റോർ ചെയ്യുന്നത് ബിയിലുമാണ്. അപ്പോൾ ചെറിയ രണ്ട് നമ്പറൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഹയർ ഓർഡർ ബൈറ്റ് ഉണ്ടാവില്ല, ഹയർ ഓർഡർ ബൈറ്റ് 0 ആയിരിക്കും. വലിയ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 8 ബിറ്റിനേക്കാളും ലാർജർ ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും. ആ ബാക്കി വരുന്ന ഹയർ ഓർഡർ ബൈറ്റുകൾ കംപ്ലീറ്റ്ലി ബി രജിസ്റ്ററിലും ലോവർ ഓർഡർ ബൈറ്റ് കംപ്ലീറ്റ്ലി അക്യുമുലേറ്ററിലുമാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സെയിം വേ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. നമ്മൾ ചെയ്യുന്നത് 12 എന്നുള്ള ഹെക്സാഡെസിമലും 38 എന്നുള്ള ഹെക്സാഡെസിമലും നമ്മൾ മ്യൂച്വലി മൾട്ടിപ്ലൈ ആണ്. നമുക്ക് കിട്ടുന്ന റിസൾട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 3F0 എന്ന് കിട്ടും. 3F0 അതായത് എന്താ 3F0 എന്ന് പറഞ്ഞാൽ? 3 എന്ന് പറഞ്ഞാൽ 0111, എഫ് എന്ന് പറഞ്ഞാൽ 1111 0000. അപ്പോൾ ഇതിൽ F0 അല്ലെങ്കിൽ ഈ ഒരു നമ്പർ ആക്ച്വലി എയിൽ സ്റ്റോർ ചെയ്യും. 0111 എന്നുള്ള 0111 അല്ലല്ലോ, സോറി 0111 അല്ലേ, 0011 ആണ്, സോറി 0011 എന്നുള്ള റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും? ബിയിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ എപ്പോഴാണോ ഹയർ ഓർഡർ വരുന്നത് ആ നമ്പറിന് ആക്ച്വലി ബിയും ലോവർ ഓർഡർ നമ്പറിന് എപ്പോഴും എയിലുമാണ്. അപ്പോൾ എയിൽ എപ്പോഴും മൾട്ടിപ്ലിക്കേഷനിൽ വാല്യൂ ഉണ്ടായിരിക്കും. ചെറിയ രണ്ട് നമ്പറിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ബി വാല്യൂവിൽ കറൻ്റ്ലി 0 ആയിരിക്കും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ഇൻസ്ട്രക്ഷൻ. സെയിം വേ നമുക്ക് ഡിവിഷൻ ഇൻസ്ട്രക്ഷൻ പറയാം. DIVAB എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ ഡിവിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. DIVAB, div AB അല്ലേ? അപ്പോൾ എന്താ div AB കൊണ്ട് മീൻ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഡിവൈഡ്സ് അൺസൈൻഡ് 8 ബിറ്റ് ഇൻറ്റിജർ ഇൻ ദി അക്യുമുലേറ്റർ ബൈ അൺസൈൻഡ് 8 ബിറ്റ് രജിസ്റ്റർ ഇൻ ബി രജിസ്റ്റർ. അപ്പോൾ ഇവിടെയും നമുക്ക് രണ്ട് രജിസ്റ്റേഴ്സ് തമ്മിൽ ഒരു രജിസ്റ്ററും ഒരു അക്യുമുലേറ്ററും ഒരു ഡയറക്റ്റ് വാല്യൂ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഒരു അക്യുമുലേറ്റർ ഒരു രജിസ്റ്റർ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഡിവിഷൻ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഫോമാറ്റ് ഉണ്ട്. ദ ഫോമാറ്റ് വിൽ ബി div AB. അതിലൊന്ന് എ ആയിരിക്കണം, ഒന്ന് ബി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാവും നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതിലൊരു കണ്ടീഷൻ കൂടി നോക്കാനുണ്ട്. ദ അക്യുമുലേറ്റർ റിസീവ് ദി ഇൻറ്റിജർ പാർട്ട് ഓഫ് ദി ക്വോഷ്യൻ, രജിസ്റ്റർ ബി റിസീവ് ദി ഇൻറ്റിജർ റിമൈൻഡർ. അപ്പോൾ നമ്മളിപ്പോൾ 5/3 ചെയ്യുക, 5/2 ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് 2 കിട്ടും വിത്ത് റിമൈൻഡർ 1. അപ്പോൾ ഈ റിമൈൻഡറാണ് ആക്ച്വലി ഇതാണ് ക്വോഷ്യൻ്റ് സ്റ്റോർ ചെയ്യുന്നത് എയിലും റിമൈൻഡർ സ്റ്റോർ ചെയ്യുന്നത് ബിയിലും ആയിരിക്കും. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ റിമൈൻഡർ ഇല്ലാത്ത കേസ് വരാം. ഇപ്പോൾ നമ്മൾ 4/2 ആണ് ചെയ്യുന്നതെങ്കിൽ റിമൈൻഡർ 0 ആണ്. അപ്പോൾ റിമൈൻഡർ വരികയാണെങ്കിൽ ആ റിമൈൻഡർ ബിയിലും നമുക്ക് കിട്ടുന്ന ക്വോഷ്യൻ്റ് എയിലും ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം അല്ലേ? ഡിവിഷൻ ഇൻസ്ട്രക്ഷന് രണ്ട് കോമൺ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് 9/2ഉം രണ്ടാമത് ചെയ്യാനുള്ളത് E/3ഉം. എന്താണ് 9/2? 9/2 നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് രണ്ടും ഹെക്സാഡെസിമലാണ്. നമുക്ക് ഡീഫോൾട്ടായിട്ട് അറിയാം 9/2 ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? 9നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്വോഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ സ്റ്റോർ ചെയ്യുന്ന എയിലായിരിക്കും. നമുക്ക് വരുന്ന റിമൈൻഡർ ആക്ച്വലി എന്താണ്? ഡയറക്റ്റ് ഡിവിസിബിൾ അല്ലല്ലോ. റിമൈൻഡർ നമുക്ക് 1 കിട്ടും, അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ബിയിലാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ശേഷം എയിൽ 0.4 എന്നുള്ള വാല്യൂം ബിയിൽ 0.1 എന്നുള്ള വാല്യൂം നമ്മൾ സ്റ്റോർ ചെയ്യും. സെയിം വേ 0E/03 ആണ് ചെയ്യുന്നതെങ്കിലോ 14/3 ആണ്. റിസൾട്ട് ആയ ക്വോഷ്യൻ്റ് എന്ത് വരും? 12/3 പോലെ തന്നെയാണ്. 14/3 ആണെങ്കിൽ ക്വോഷ്യൻ്റ് 4 വരും, അത് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. റിമൈൻഡർ ഇവിടെ 2 വരും, അത് ബി രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. ഇതാണ് ആക്ച്വലി സംഭവിക്കുക. അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രോഗ്രാമിംഗ് നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ 9/2ൻ്റെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം
മൂവ് എ കോമ ഹാഷ് 09H, മൂവ് ബി കോമ ഹാഷ് 02H, div AB. ഇങ്ങനെ പെർഫോം ചെയ്യണമെങ്കിൽ കറക്റ്റായില്ലേ? നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റായില്ലേ? എയിലേക്ക് 9 സ്റ്റോർ ചെയ്തു, ബിയിലേക്ക് 2 സ്റ്റോർ ചെയ്തു, div ചെയ്തു, മൾട്ടിപ്ലൈ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ് എയിൽ ഉണ്ടാവുക, എന്താണ് ബിയിൽ ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ഡിവിഷൻ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഡിവിഷൻ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എക്സാമ്പിൾ പറഞ്ഞു. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് DAA എന്നുള്ളൊരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷനാണ് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷനിൽ വരുന്നത്. DAA എന്ന് പറഞ്ഞാൽ ഡെസിമൽ അഡ്ജസ്റ്റ് അക്യുമുലേറ്റർ ഫോർ അഡീഷൻ. ഡെസിമൽ അഡ്ജസ്റ്റ് അക്യുമുലേറ്റർ ഫോർ അഡീഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. DAA. അപ്പോൾ നമ്മൾ BCD കോഡ് പഠിച്ചിട്ടുണ്ടല്ലേ? ഈ BCD കോഡിനെ പെർഫോം ചെയ്യിക്കാനാണ് DAA എന്നുള്ള ഇൻസ്ട്രക്ഷൻ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ നോട്ട്സ് നോക്കാം. So DAA adjusts the 8-bit value of the accumulator resulting from an earlier addition of two variable producing two 4 digits. Any add or add C instruction may have been used to perform the addition. If the accumulator bit 3 through 0 are greater than 9 or accumulator flag is 1, 6 is added to the accumulator producing proper BCD digit in the lower nibble. വളരെ സിമ്പിളാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, നമ്മൾ വാലിഡ് BCDയും ഇൻവാലിഡ് BCDയും പഠിച്ചിട്ടുണ്ട്. എന്താണ് വാലിഡ് BCD? 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സൊക്കെ എന്താണ്? വാലിഡ് BCD ആണ്. 9 എബോ ഉള്ളതൊക്കെ എന്താണ്? ഇൻവാലിഡ് BCD ആണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഇൻവാലിഡ് BCD ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമ്മളതിനെ വാലിഡ് BCD ആക്കാൻ നമ്മളതിന് എന്ത് ചെയ്യും? അതിൻ്റെ കൂടെ 6 ആഡ് ചെയ്യും, അല്ലെങ്കിൽ 0110 ആഡ് ചെയ്യും. എപ്പോഴും നമ്മൾ വാലിഡ് BCD ആക്കാൻ അതിൻ്റെ കൂടെ 6 ആഡ് ചെയ്യും, അല്ലെങ്കിൽ 0110 ആഡ് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്ന ഇതിൽ നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ള BCD ഫോമിലേക്ക് കിട്ടാൻ നമ്മൾ ഡെസിമൽ അഡ്ജസ്റ്റ് അക്യുമുലേറ്റർ എന്നുള്ള ഒരു കീവേഡ് യൂസ് ചെയ്യും. അത് നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ എഴുതുന്ന എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഞാൻ എഴുതുന്ന എക്സാമ്പിൾ മൂവ് എ കോമ ഹാഷ് 47H, മൂവ് ബി കോമ ഹാഷ് 25H, ആഡ് എ കോമ ബി, DAA ഡെസിമൽ അഡ്ജസ്റ്റ് അക്യുമുലേറ്റർ. അപ്പോൾ ഡീഫോൾട്ടായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് 47 എന്നുള്ള എക്സാഡെസിമലും 25 എന്നുള്ള എക്സാഡെസിമലുമാണ്. നമുക്ക് കിട്ടേണ്ടത് ജനറലി എന്താ? 47 + 25 നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് 72ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാഡെസിമലാണ് കിട്ടേണ്ടത് അല്ലേ? 72ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാഡെസിമൽ. ഞാനിപ്പോൾ ബൈനറി ഡെസിമൽ വെച്ചിട്ടാണ് ആഡ് ചെയ്തത്. പക്ഷേ നമുക്ക് ആക്ച്വലി ഇവിടെ കിട്ടുന്നത് എന്താണെന്ന് നോക്കാം അല്ലേ? 72ൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള BCD ആണല്ലോ നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ ആക്ച്വലി കിട്ടുന്നത് എന്താണ്? 47H ആണ് നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? 047 0100 0111 ഇതാണ് 47 പ്ലസ് 25 0010 0101 ഇതാണ് ഈ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് 45ഉം 47ഉം സെക്കൻഡ് എഴുതിയിരിക്കുന്നത് 25ഉം ആണ്. ഇത് ആഡ് ചെയ്ത് എന്താ വരിക? 1 + 1 0 വിത്ത് ക്യാരി 1 0 വിത്ത് ക്യാരി 1 1 വിത്ത് ക്യാരി 1 1 0 + 0 0 0 + 1 1 1 + 0 1 0. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റിസൾട്ട് ശ്രദ്ധിക്കുക. ഇത് ആക്ച്വലി 6 ആണ്, ഇത് ആക്ച്വലി 12 ആണ്. അപ്പോൾ 12 എന്നുള്ളത് ഇൻവാലിഡ് BCD അല്ലേ? 12 അല്ലെങ്കിൽ C. 9നേക്കാളും വലിയ നമ്പർ ആണെങ്കിൽ അത് ഇൻവാലിഡ് BCD ആണ്. അപ്പോൾ അതിനെ വാലിഡ് BCD ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ 0110ൻ്റെ കൂടെ 6 ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടിയതാണ് 0100. നമുക്ക് കിട്ടിയ ഇവിടെ നിന്ന് മാറ്റി എഴുതാം. 0110 1100. അപ്പോൾ ഇതിനെ വാലിഡ് BCD ആക്കാൻ ഈ ഡിജിറ്റിൻ്റെ കൂടെ നമ്മൾ 6 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 1 0 വിത്ത് ക്യാരി 1 0 വിത്ത് ക്യാരി 1. ഈ ക്യാരി ഞാനിവിടെ മാർക്ക് ചെയ്തു. 0110. അപ്പോൾ ഈ അഡീഷണലി വരുന്ന ക്യാരി നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ എന്താ വരിക? അപ്പോൾ നമുക്കിവിടെ കിട്ടും 0111 0010. ആക്ച്വലി എന്ത് കിട്ടി? 72 എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളിപ്പോൾ നോർമലി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 72 അല്ല കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന ഏതാ? 6C എന്നാണ് കിട്ടുക. 6C. അപ്പോൾ നമ്മൾ 6C ആണ് ഡീഫോൾട്ടായിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. പക്ഷേ അത് BCD അഡീഷൻ നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ ഈ ഡെസിമൽ അഡ്ജസ്റ്റ് അക്യുമുലേറ്റർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്ന 6C
സി എന്നുള്ള ഇൻസ്ട്രക്ഷൻ 72 എന്നായി മാറും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഡെസിമൽ അഡ്ജസ്റ്റ് അക്യുമുലേറ്റർ എന്താണെന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡെസിമൽ അഡ്ജസ്റ്റ് അക്യുമുലേറ്റർ കറക്റ്റായിട്ട് പഠിക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷനിൽ പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സോടെ ലോജിക്കൽ ഇൻസ്ട്രക്ഷനാണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പാർട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിംഗ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് പഠിക്കുക. അതിന് തിയറി പോർഷൻസ് ആവില്ല ചോദിക്കുക. ഇതിന്ന് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്താവും നമുക്ക് ആവശ്യം വരിക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഇൻസ്ട്രക്ഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാം. എന്തായാലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.